ക്യൂബോട്ട് എന്ന ബ്രാൻഡിൻ്റെ ക്യൂബോട്ട് കിങ് കോങ് 11 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ് ഇത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബോട്ട് കിങ് കോങ് 11 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10,200 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പം വളരെ മികച്ച ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. സാധാരണ ഫോണുകളിൽ 7,000 mAh ബാറ്ററിക്കാണ് മാക്സിമം കാണാറ്, പക്ഷേ അതിലും കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ 24 മെഗാ പിക്സൽ ഒരു നൈറ്റ് വിഷൻ ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നൈറ്റ് വിഷൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. പിന്നെ 8 മെഗാ പിക്സൽ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ റഗഡ് ഫോണാണ്, അതുകൊണ്ട് തന്നെ IP68 69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ ബാക്കിൽ 1.46 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ടത്തെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില 24,377 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. അത് മാത്രമല്ല, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പഞ്ചോൾ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവൻ അതും മിസ്സിംഗ് ആണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ബാക്കിൽ വേറൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 24,300-400 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 16 GB റാമും 256 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. NFC സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ വെയിറ്റും തിക്നെസ്സും ആണ്. വെയിറ്റ് വരുന്നത് 408 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം നല്ലോണം വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോഴുള്ള ഫോണുകൾ എന്ന് പറയുന്നത് പൊതുവേ 200 ഗ്രാമിൽ താഴേക്കാണ് വെയിറ്റ് വരാറ്. ആ ഒരു ടൈമിൽ ഇതിൽ അതിൻ്റെ ഡബിളിൽ കൂടുതൽ വെയിറ്റ് വരുന്നുണ്ട്. അതുമാത്രമല്ല, തിക്നെസ് 18.7 mm വരുന്നുണ്ട്. ഇപ്പോഴുള്ള ഫോണുകളുടെ തിക്നെസ് മിക്കവാറും 9 mm താഴേക്കാണ് വരാറ് മാക്സിമം. ഇതിൽ അതിൻ്റെ ഡബിളിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പം വെയിറ്റും തിക്നെസ്സും വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം AliExpressൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 24,377 രൂപ എന്ന പ്രൈസിങ്ങിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഒരു എക്സ്ട്രാ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും പിന്നെ നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ 16 GB റാമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മെയിൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും വരുന്നില്ല. അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ആണ്. അപ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ എടുത്തോളണം എന്നില്ല. കാരണം എനിക്ക് വേണ്ട മെയിനായിട്ടുള്ള പ്രോസസ്സറും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. അതിന് പുറമെ വെയിറ്റും തിക്നെസ്സും കൂടുതലും ആണ്. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.